ചിലപ്പോ ആ കായൽ തീരത്ത് എവിടെയെങ്കിലും ഇപ്പൊ വർത്താനം പറഞ്ഞിരിപ്പുണ്ടാവും രണ്ടുപേരും. അവര് തമ്മിൽ കൈമാറാത്ത രഹസ്യങ്ങളില്ല. സംസാരിച്ചിരുന്ന മണിക്കൂറുകളോളം അങ്ങനെ ഇരിക്കും. ഊണുമില്ല ഉറക്കമില്ല. അതിന് ചെറുപ്പത്തില് ആയമ്മയുടെ കയ്യിൽ നിന്ന് എന്തുമാത്രം വഴക്ക് കിട്ടിയിട്ടുണ്ടെന്നറിയോ രണ്ടുപേർക്കും. ശ്രീറാം സാറ്, എന്നാ ഞാൻ പോട്ടെ ചേച്ചി. ആന്റി, ഞാൻ പോവാണേ. ശരി മോളെ. നീ നടക്ക്. നീയല്ലേ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നത്? ഞാനൊരു കൂട്ടിന് വന്നേ ഉള്ളൂ. അതുകൊണ്ട് നീ നടക്ക്. നിനക്കല്ലേ ഇവിടെ കൂടുതൽ പരിചയം. ഇവിടെ അധികാരവും അവകാശവും ഒക്കെ ഉള്ളത് നിനക്കല്ലേ? അധികാരമില്ല, അവകാശമില്ല. ഉരുണ്ട് കളിക്കാതെ വേഗം നടക്കുന്നുണ്ടോ? ആരെങ്കിലും കാണും. എന്താ അവിടെ ഒരു തർക്കം? ഇങ്ങോട്ട് തന്നെയല്ലേ ടീച്ചർമാര് വന്നത്? പിന്നെന്താ വഴിതെറ്റി വന്നത് പോലൊരു പരുങ്ങല്? അഥവാ വഴിതെറ്റി വന്നതാണെങ്കിൽ തന്നെ സാരമില്ല, ഒന്ന് കേറിയിട്ട് പോകാം. വാ. ഏതു നേരത്തും ആർക്കും ധൈര്യമായി കേറി വരാവുന്ന ഒരു തറവാടാ ഇത്. പിന്നെ എന്തിനാ മടിക്കുന്നേ? മടിച്ചിട്ടല്ല ആയിമ്മ, മുന്നിൽ ആര് നടക്കണം എന്ന കൺഫ്യൂഷൻ. മുന്നിൽ ആരായാൽ എന്താ? ജാഥ നടത്തൊന്നും അല്ലല്ലോ. കേറി വാന്നേ. ഇങ്ങനെ മടിച്ചു മടിച്ചു വരാൻ ഇത് അന്യ വീട് വല്ലതും ആണോ? മടിച്ചത് മറ്റൊന്നുമല്ല ആയിമ്മ, ഇവളുടെ കസിന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. അവൾക്കൊരു കൂട്ടിനാ ഞാൻ വന്നത്. ആവശ്യം അവളുടേതല്ലേ, അപ്പോ അവള് വേണ്ടേ ആദ്യം നടക്കാൻ? ആയിമ്മ തന്നെ പറ. അത് ന്യായം. പക്ഷേ വഴി കാണിച്ചു കൊടുക്കാൻ കൂട്ടിന് വന്ന ആള് കേറിയാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ, വല്യങ്ങുന്ന സ്ഥലത്തില്ലല്ലോ. ദേവൻ സാറില്ലേ? സാറിനെ കണ്ടാലും മതി. സാറിനെ കാണാനാ വന്നേന്ന് എനിക്കറിയാം. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് കാണണ്ട. അയ്യോ, ദേവൻ കുഞ്ഞ് പുറത്തു പോയിരിക്കുകയാണല്ലോ. എന്നിട്ട് സാറിന്റെ ബൈക്ക് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ മിടുക്കത്തി, അത് നോക്കി വെച്ചിരിക്കല്ലേ. ബൈക്ക് ഇരിപ്പുണ്ടോ? ആ, എന്നാ വന്ന് കാണുമായിരിക്കും. ഞാൻ നോക്കട്ടെ. നിങ്ങൾ അകത്തോട്ട് വാ. ഞങ്ങൾ ഇവിടെ നിന്നോളാം. അകത്തോട്ട് പോരെ. എന്താടി നിനക്കൊരു നാണം? എനിക്കൊരു നാണമില്ല. ആ, പ്രേമിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെയാ. ഉള്ള നാണമൊക്കെ അങ്ങ് പോവും. കല്യാണം കഴിഞ്ഞാ പിന്നെ ഒട്ടും ഉണ്ടാവില്ല. വേണ്ട ദിനം പറയുന്നോ? ശരിക്കും നൊന്ത് കേട്ടോ. നോവാനാ നുള്ളിയത്. എല്ലാം നോക്കി മനപ്പാടമാക്കി വെച്ചോ. നീ വലതുകാലം വെച്ച് കേറി വരേണ്ട വീടല്ലേ ഇത്. സ്റ്റെപ്പൊക്കെ ഇപ്പോഴേ നോക്കി വെച്ചോ. അന്നേരം പശ കണ്ട. പിശകാതിരിക്കാനേ എന്റെ മുഖത്ത് കണ്ണുണ്ട്. ആ സമയത്തൊന്നും കണ്ണ് ശരിക്ക് പിടിക്കണമെന്നൊന്നും ഇല്ലടി. വില കൂടിയ പട്ടുസാരിയൊക്കെ ചുറ്റി, ശരീരം നിറയെ ആടയാഭരണങ്ങൾ അണിഞ്ഞ്, പരിവാരങ്ങളുടെ അകമ്പടിയോടെ വിളക്കും പിടിച്ച് കേറി വരുമ്പോ കണ്ണൊന്നും പിടിക്കില്ല മോളെ. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കല്ലേ നീ? അതൊക്കെ നിന്റെ കല്യാണത്തിനാവട്ടെ. മാർത്താണ്ഡത്തെ യുവരാജാവിന്റെ പട്ടമഹിഷിയായിട്ടല്ലേ നിന്റെ വരവ്. അതിന്റെ ഒന്ന് നാലൊന്ന് പകിട്ടുപോലും എന്റെ കല്യാണത്തിനുണ്ടാവില്ലടി. മാർത്താണ്ഡത്തെ യുവരാജാവിന്റെ പട്ടമഹിഷിയായിട്ടല്ലേ നിന്റെ വരവ്. അതിന്റെ ഒന്ന് നാലൊന്ന് പകിട്ടുപോലും എന്റെ കല്യാണത്തിനുണ്ടാവില്ലടി.
കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിപ്പാണോ? സാരമില്ലായ്മേ, ദേവൻ സാർ വരാൻ വേണ്ടി കാത്തു നിന്നാ ഞങ്ങള്. എന്താ വിശേഷം? കല്യാണം ക്ഷണിക്കാൻ വന്നതാ. ആഹാ, ഇത്ര പെട്ടെന്ന് ടീച്ചറിന്റെ കല്യാണമായോ? ശ്ശോ. അയ്യോ, എന്റെ കല്യാണമല്ല, എന്റെ കസിന്റെ കല്യാണോ. ഓ. സാറിനെ വിളിക്കാനായിട്ട് വന്നതാ. ഉം. കാവാലത്ത് വെച്ച കല്യാണം. ഇവിടുന്ന് ബോട്ടിന് വന്നാ മതി. ദാ സാർ, എന്റെ കസിനെ സാർ അറിയില്ലല്ലോ. എന്നിട്ട് ഞാൻ കല്യാണം വിളിച്ചത് എന്തിനാന്നറിയോ? ഞാനത് മനസ്സിൽ വിചാരിക്കായിരുന്നു. എന്താ കാര്യം? എന്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ കല്യാണത്തിന് ക്ഷണിച്ചു. അവക്കാണെങ്കിൽ ഈ സ്ഥലങ്ങളൊന്നും അത്ര പരിചയമില്ല. അപ്പൊ അവളാ പറഞ്ഞത്, അവക്ക് പരിചയമുള്ള ആരെങ്കിലും കൂടി ക്ഷണിച്ച അവള് വരാന്ന്. അതുകൊണ്ടാ സാറിനെ ക്ഷണിച്ചത്. ചുരുക്കത്തില് കൂട്ടുകാരിക്ക് വഴി കാണിക്കാനും തുണ പോകാനും എന്നെ ക്ഷണിച്ചേ അല്ലേ? അയ്യോ, അങ്ങനെയല്ല. സാറ് കല്യാണത്തിന് പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വഴികാട്ടിയായിട്ട് ഒരാളുണ്ടെങ്കിൽ അവൾക്കും സന്തോഷം. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷം കിട്ടുന്ന കാര്യമാണ്. നിങ്ങളെ 3 പേരെ ഞാൻ ക്ഷണിക്കുന്നുള്ളൂ. അതുകൊണ്ട് സാറ് വരണം. അതാരാ ഈ 3 പേര്? ഒന്നിവള്, പിന്നെ ദേവൻ സാറും സുഹൃത്തും. സുഹൃത്തോ? അതാരാ കക്ഷി? അവക്ക് പേര് പറയാൻ മടിയാ, നാണം. ശ്രീറാം സാറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്. ശ്രീറാം സാറ് ചിലപ്പോഴേ വരുള്ളൂന്ന് തോന്നുന്നു. ആ, ഞാനും നോക്കട്ടെ, പറ്റിയെങ്കിൽ വരാം. അയ്യോ, അങ്ങനൊന്നും പറയരുത്. സാർ എന്തായാലും വരണം. വരായിരുന്നു. പക്ഷേ പോകാനും വരാനൊക്കെ എനിക്കൊരു കൂട്ടില്ലല്ലോ. അതിനൊക്കെയുള്ള ആളെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ദാ ഇവള് പോരെ. ആ, തൽക്കാലം ഇത് മതി. ഓ, അത്ര വലിയ പോസാണെങ്കിലേ വേണ്ടാന്ന് പറഞ്ഞേക്കും. ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. ഈ കാവാലെന്ന് പറയുന്നത് അങ്ങ് അമേരിക്കയിലൊന്നും അല്ലല്ലോ. അമേരിക്കയിലൊന്നുമല്ല, പക്ഷെ ഒരു ബോട്ട് മാറിക്കറിയാ. കാവാലത്തിന് പകരം ചെന്ന് പെടുന്നതേ ഹീരയിലോ പള്ളിക്കടവിലൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ രാത്രി ആയല്ലേ വല്ലവനൊക്കെ പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോട്ടെ, ആർക്കും സങ്കടമൊന്നുമില്ലല്ലോ. അങ്ങനെ ടീച്ചറെ ഇപ്പൊ ആരും പിടിച്ചോണ്ട് പോകണ്ട. ഞങ്ങളുടെ സ്കൂളിനെ നല്ലൊരു ടീച്ചറെ നഷ്ടപ്പെടുക. വഴിയും തെറ്റണ്ട, പിടിച്ചോണ്ട് പോണ്ട. ദേവൻ സാറും കൂടി കല്യാണത്തിന് വന്ന പ്രശ്നം തീർന്നില്ലേ? വാടി, നമുക്ക് പോകാം. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. നമ്മളൊക്കെ കല്യാണത്തിന് വിളിച്ചാലും വരാൻ മടിയാ. ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ. സമയില്ല, പൊക്കോട്ടെ സാറേ. ആ. ആയമ്മയോട് പറഞ്ഞാ മതി. ശരി. രാക്കനവിൻ തെളിനീരിൽ വന്നു തേൻ കുറുമ്പുമായി എന്നെ നോക്കി മറയാതെ നിന്ന എൻ്റെ യോമൽ പൂവേ, വാനിലുള്ള മതിലേഖ പോലെ എൻ്റെ ഉള്ളിലാരോ പെണ്ണിലാവിൻ ചിരിയേകിടുന്നു, നീ അറിഞ്ഞതില്ലേ? ചൊല്ലാനായിരം കാര്യങ്ങളുണ്ടിനിയെ, ഉള്ളോർ പൂങ്കുടം മൂളുന്നു നെഞ്ചകമേ, കരളു ചേർന്നേ നീയോ നിന്നിടവേ മൊഴി മറന്നേ. അല്ലിയാമ്പലിതളേ മഴവില്ലു തോൽക്കുമഴകേ. മീരേ, മീരേ, ഇന്നെന്താ ഗുസ്തി മത്സരത്തിന് പോയിരുന്നോ? ഇത്ര ക്ഷീണം? ഗുസ്തിക്കല്ല, കാവിലെ പാട്ട് മത്സരത്തിന്. ആ, രണ്ടും കണക്ക് തന്നെ. തോറ്റ് തൊപ്പിയിടും. ഡേ, നീ പോയി ഒരു ചായ എടുത്തോണ്ട് വാ. അത് കുടിച്ചിട്ടാവും കുളി. ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദിപ്പ കൊണ്ടുതരാം.
ഇത്ര പെട്ടെന്ന് ചായ ഇട്ടോ? ചായ ഫ്ലാസ്കിലെടുത്ത് വച്ചായിരുന്നു. നല്ല ചൂടുണ്ടേ. ശരി. പിന്നെ ബ്രോക്കറേജ് തന്ന കല്യാണം നടത്തി തരാം. കല്യാണോ? ആരുടെ? ശ്രീയേട്ടന്റെ അലി ചേച്ചിയുടെയും കല്യാണത്തിന്റെ കാര്യ പറഞ്ഞത്. ഇത് നല്ല തമാശയാ. എന്താ ഇത്ര ചിരിക്കാൻ മാത്രം തമാശ? കല്യാണം നടത്തി തരാൻ പോലും അതും നീയെ. നീ എന്റെ അമ്മാവൻ അമ്മായിയൊന്നും അല്ലല്ലോ. ശ്രീയേട്ടന്റെ കാര്യത്തില് തൽക്കാലം അതെല്ലാം ഞാൻ തന്നെയാ. ശരി, സമ്മതിച്ചു. പക്ഷേ ആ ടീച്ചറിന്റെ കാര്യത്തിലോ? ടീച്ചറിന്റെ വല്യമ്മയൊന്നും അല്ലല്ലോ നീ കല്യാണം നടത്തി തരാൻ. എന്തിനാ വല്യമ്മ? സാക്ഷാൽ അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നേരോ? അതേന്നേ, ആന്റിക്ക് ഈ കല്യാണത്തിന് താല്പര്യമുണ്ട്, അങ്ങനെ സൂചിപ്പിച്ചു. പക്ഷെ ശ്രീയേട്ടന് അവർക്കൊന്നും എത്തിപ്പിടിക്കാനാവാത്തത്ര ഉയരത്തിലാണെന്നെങ്ങാണ്ട അവര് കരുതിയിരിക്കുന്നത്. ഓ, അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ബാങ്കിലെ വലിയ ജോലിയും പത്രാസിലുള്ള നടപ്പൊക്കെ കണ്ടിട്ടായിരിക്കും. ഏതായാലും ഞാൻ ശ്രീയേട്ടനോടൊന്ന് സൂത്രത്തിൽ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങ് പോന്നു. ആളിവിടെ ടീച്ചറെ കണ്ട് കൊതി മൂത്ത് വായില് വെള്ളം ഇറക്കിക്കൊണ്ട് നിപ്പാന്ന് അവരോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ബാങ്ക് ഉദ്യോഗസ്ഥന്റെ വെയിറ്റ് കളയരുതല്ലോ. ആരടി വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കുന്നേ? കൊള്ളാലോ. ഏതായാലും കല്യാണ കുപ്പായൊക്കെ തയ്ച്ചു വെച്ചോ. കാര്യങ്ങളൊക്കെ ഓക്കെയാ. പോകാനും വരാനൊക്കെ എനിക്കൊരു കൂട്ടില്ലല്ലോ. ദാ ഇവള് പോരെ. കണ്ണാ, എന്താ അമ്മേ? എന്താ ജനലിന്റെ പുറത്തേക്ക് നോക്കുന്നത്? നീ പുറത്തേക്ക് നോക്കി ഇടയ്ക്കിടയ്ക്ക് ചിരിക്കണത് കണ്ടു. അതാരാ അവിടെ നിന്ന് നോക്കുകയായിരുന്നു ഞാൻ. അവിടെ ഇങ്ങ് ആരും കാണുന്നില്ലല്ലോ. ഞാൻ തിരിച്ചിട്ടൊന്നുമില്ലല്ലോ. അത് ആയ്മയ്ക്ക് വെറുതെ തോന്നിയതായിരിക്കും. വയസ്സായി കണ്ണൊന്നും പിടിക്കാതെ ആയില്ലേ ആയ്മ? ചിലപ്പോ ശരിയായിരിക്കും. ഞങ്ങള് വയസ്സായവരുടെ കണ്ണിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് വരില്ല. കാണുന്ന ചില കാഴ്ചകള് നിങ്ങൾക്ക് മനസ്സിലാകേയില്ല. നിന്റെ പഠനമൊക്കെ എങ്ങനെ നടക്കുന്നു കണ്ണാ? കൊറേ ദിവസങ്ങളായിട്ട് ഞാൻ തിരക്കാറില്ലല്ലോ. വല്യങ്ങന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, നന്നായി പഠിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ നുണ പറഞ്ഞു. അത് നുണയൊന്നുമല്ലേ, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ വായിക്കാനൊക്കെ പഠിച്ചില്ലേ? ആണോ? വലിയ കാര്യം. അറിയുമ്പോ വല്യങ്ങന്നിന് വലിയ സന്തോഷാവും. എഴുതാനോ? അത് എഴുതുമ്പോ ചില അക്ഷരങ്ങളൊക്കെ വിട്ടുപോകും. കുറച്ച് ദിവസം കൊണ്ട് അതും ശരിയാവും. എന്തായാലും പഠിക്കാനുള്ള ഉത്സാഹം നിനക്ക് വീണ്ടും ഉണ്ടായല്ലോ. ഒരുപാട് കാലത്ത് എന്റെ സങ്കടം മാറിയത്. എന്റെ മാത്രമൊന്നുമല്ല, നിന്റെ അച്ഛന്റെ. ഇനി മുടക്കൊന്നും ഉണ്ടാവില്ല അമ്മ. അവിടെ ഇപ്പോ പ്രായമായ ഒരുപാട് പേര് പഠിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ടിപ്പോ ആകെ രസാ. വേഗം പഠിക്കും. എന്നിട്ട് വേണം നമുക്ക് വേറൊരു കാര്യം കൂടി ആലോചിക്കാൻ. അതെന്ത് കാര്യമായമ്മ? പഠനകാര്യം പോലെ തന്നെ അച്ഛന് പ്രധാനപ്പെട്ടത് ആ കാര്യവും. കുടുംബസ്നേഹവും വിനയവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സുന്ദരി പെണ്ണ് ഈ വീട്ടിലെ മൂത്ത മരുമകളായി വരണമെന്ന അങ്ങ് നിന്റെ ആഗ്രഹം. ആയ്മ വീണ്ടും ആ പഴയ ആവശ്യങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കുകയാണല്ലേ? അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കേണ്ടത് മൂത്ത മകനെന്ന നിലയില് നിന്റെ കടമയാ. ആയ്മേ,
ഇത്രയും നാളും ആഞ്ജനേയനായിരുന്നല്ലോ നിന്റെ തടസ്സം. ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് തടസ്സമില്ലെന്ന് ആശ നിന്നോട് നേരിട്ട് പറഞ്ഞില്ലേ? ആശാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാ ആയമ്മ അറിഞ്ഞത്? അത് ചിഹ്നം പറഞ്ഞു. അതെ, വല്യങ്ങൊന്നും ഏതാണ്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നിന്റെ കല്യാണക്കാര്യം വല്യങ്ങുന്ന് എന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? കല്യാണക്കാര്യത്തിൽ ദേവൻ ഇപ്പോ പഴയ എതിർപ്പൊന്നും ഇല്ലല്ലോ എന്ന്. അതുകൊണ്ട് ഉടനെ ഒരു കല്യാണം ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു. 1-2 ആലോചനയും വന്നിട്ടുണ്ട്. അതിന് കല്യാണം ആലോചിക്കാനൊന്നും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ലല്ലോ. മക്കള് പറഞ്ഞിട്ടാണോ എല്ലാ വീട്ടിലെ അച്ഛനമ്മമാര് മക്കൾക്ക് കല്യാണം ആലോചിക്കുന്നത്? അച്ഛൻ ഏതെങ്കിലും പെണ്ണിനെ കണ്ട് ബോധിച്ച് ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാ പിന്നെ നിനക്കൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് തുറന്നു പറഞ്ഞു. എന്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ല. എങ്കിൽ കുഴപ്പമില്ല. അച്ഛൻ തന്നെ ഏതെങ്കിലും നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ചോളൂ. അതുവരെ നീ എങ്ങനെ സ്വപ്നവും കണ്ടുകൊണ്ടിരുന്നോ? ഇങ്ങനെ 2-3 പ്രാവശ്യം അങ്ങോട്ട് വരട്ടിയാ മതി. അകത്തുള്ള ആള് പുറത്ത് ചാടിക്കോളും. ആലപ്പുഴ പട്ടണം ചുറ്റി ബോട്ട് വരുമ്പോ എന്താ പോത്തെ മനുഷ്യനെ പേടിപ്പിക്കുന്ന? ഒന്ന് പേടിച്ചാലെന്താ, സമാധാനിപ്പിക്കാൻ ആള് വരുന്നുണ്ടല്ലോ. ആര്? നിന്റെ അമ്മായിയാണോ? ദോ വരുന്നു. ആ അമ്മായിയുടെ കാര്യോ പറഞ്ഞത്. ടീച്ചറോ? എന്തിനാണ് ടീച്ചർ ഇങ്ങോട്ട് വരുന്നത്? അതെ, അതിനകത്ത് 5 ഏത്തക്കൊല വെട്ടി വെച്ചിട്ടുണ്ട്. അത് ചുമന്നോണ്ട് പോകാൻ വരുന്നതാ. അയ്യോടാ, ഒന്നും അറിയാത്ത പോലെ അണ്ണന്റെ ഒരു ചോദ്യം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം. എന്താ ഇവിടെ ഒരു തർക്കം? ഓ, ദേവൻ സാറ് വായിക്കാനൊക്കെ തുടങ്ങിയോ? നല്ല കാര്യം. എന്താ ചിന്തനിങ്ങനെ വായിക്കണമെന്നൊന്നുമില്ലേ? പിന്നെ ഞങ്ങളിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു പഠിക്കുമായിരുന്നു. അല്ല, ടീച്ചർ എന്താ തോട്ടത്തില്? അത് ഞാൻ വെറുതെ വന്നതാ. ഇവിടെ തോട്ടത്തിലാവുമ്പോ നല്ല കാറ്റുണ്ടല്ലോ. എങ്കിലേ നിങ്ങൾ രണ്ടുപേരും കൂടെ കാറ്റും കൊണ്ടിരി. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇവിടെങ്ങുമല്ല, അങ്ങ് ദൂരെയാ പണി. ഈ പറമ്പിന്റെ അങ്ങ് അറ്റത്താ. അണ്ണാ, 1 മണിക്കൂർ കഴിയാതെ ഞാൻ തിരിച്ചു വരില്ല. അണ്ണന് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചേക്കരുത്. അണ്ണൻ കേട്ടോ? പോട്ടെ ടീച്ചറെ. പോട്ടാ കളരിക്കാരോ. വീട്ടിൽ നിന്ന് വെയിലും കൊണ്ട് ഇത്രയും ദൂരം നടന്നു വന്ന് ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളുക. ഉഗ്രൻ ഐഡിയ. അവൻ വെറുതെ പറഞ്ഞതാ. അവൻ അപ്പുറം തന്നെ ഉണ്ടാവും. അതിനെന്താ, ചിഹ്നം ജോലി എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. ഞാനിങ്ങനെ വെറുതെ വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. നല്ലത്. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുടെ ലക്ഷണം അത്. എവിടെ എന്ത് കണ്ടാലും വായിച്ചു നോക്കണം. അങ്ങനെ അക്ഷരങ്ങളുമായിട്ട് അടുപ്പുണ്ടാക്കാൻ കഴിയും. ഞാൻ നാളത്തെ കാര്യം അറിയാനാ വന്നത്. നാളെയാ? നാളെ എന്താ? നാളെയല്ലേ സുനന്ദയുടെ കസിന്റെ കല്യാണം കാവാലത്ത്. ഓ, ഞാനത് മറന്നുപോയി. അത് കൊള്ളാം. സുനന്ദ അത്ര കാര്യമായിട്ട് വന്ന് വിളിച്ചതല്ലേ, എന്നിട്ടും മറന്നുപോയോ? അധികം പേരോട് അവള് പറഞ്ഞിട്ടുമില്ല. പോകാൻ ഞാൻ
മോശമല്ലേ? അത് കൊള്ളാം. സുനന്ദ അത്ര കാര്യമായിട്ട് വന്ന് വിളിച്ചതല്ലേ, എന്നിട്ടും മറന്നുപോയോ? അധികം പേരോട് അവള് പറഞ്ഞിട്ടുമില്ല. പോകാൻ ഞാൻ മോശമല്ലേ? അത് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് പോകാനൊരു മടി. ഞാനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നിട്ട് എനിക്ക് മടി തോന്നില്ലല്ലോ. ടീച്ചർ എങ്ങനെ ഒറ്റയ്ക്കാവുന്നു? സുനിത ടീച്ചർ ഉണ്ടാവില്ല കൂടെ? അവളുടെ കസിന്റെ കല്യാണമല്ലേ, അവൾ ഇന്ന് തന്നെ പോകും. ഇവിടെ നിന്ന് ഒറ്റയ്ക്കാണെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോ സുനിത ടീച്ചറെ കൂട്ട് കിട്ടുമല്ലോ. അത് കുറച്ച് സമയത്തേക്കല്ലേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ അവളും ബന്ധുക്കളും ഒക്കെ രാത്രിയിലെ തിരിച്ചു പോരും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ആ, സാറൂടെ വന്ന നന്നായിരുന്നു. എനിക്ക് കൂട്ടിന് സാറും, സാറിന് കൂട്ട് ഞാനും. കിടങ്ങറയിൽ ചെന്ന പെട്ടെന്ന് ബോട്ട് കിട്ടുമെന്ന് ഒരാൾ പറഞ്ഞു. ആ സ്ഥലം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. സാറിന് ഈ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ സാറിനെ കൂടെ വിളിക്കുന്നേ. ഞാൻ കൂടെ വരുന്നത് സാറിന് മാനക്കേടാണെങ്കിൽ ദൂരെ മാറി നടന്നോളാം. ഞാൻ മിണ്ടാനൊട്ട് വരെയില്ല. പോരെ? ശരി ശരി, ഞാൻ വരാം.